ഹായ് കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നോർമലി ഇങ്ങനെ പോവാണ് കേട്ടോ. നോർമലി ഇങ്ങനെ പോയിട്ട് ഒരു വീഡിയോ കാണിക്കാവേ. നമ്മുടെ വീട്ടിൽ 2-3 കറിവേപ്പില തൈ നിൽപ്പുണ്ട്. 2-3 ദിവസമായി ഞാനിങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഈ കറിവേപ്പിലൊന്ന് ചരിഞ്ഞ് പോവാണ്. എത്ര നിവർത്തി ഇനിയിപ്പോൾ കമ്പങ്ങാനും എടുത്ത് വെച്ച് നിവർത്തി വെച്ചാലത് ശരിയാവത്തുള്ളൂ. അപ്പോൾ അതാണ്ട് കറിവേപ്പില വളർന്നു വരെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാണിച്ചു തരും. ഇതിൻ്റെ മൂട്ടിലും കാട് കയറി കിടപ്പുണ്ട്, എന്നാലും അതിൻ്റെ ഇടയിൽ വേസ്റ്റൊക്കെ കിടപ്പുണ്ടോ. നല്ല ശിഖരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വെട്ടി വിടും, ഇടയ്ക്കിടയ്ക്ക് വന്ന് വെട്ടി വിടാറുണ്ട്. അപ്പോൾ അടുത്തത് കാണിച്ചു തരാം. ഇതൊന്നാണേ, ഇത് പിന്നെ ഒന്നും കൂടെ കാണിച്ചു തരാം. വേണ്ട ഒന്ന് നിൽക്കുന്ന ഒന്ന്, ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വന്നുകൊണ്ടിരുന്ന ഇതിൻ്റെ ഒരു മൂട്ടിൽ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഇവിടെ മൂട്ടിനകത്ത് എല്ലാം വേസ്റ്റുകളാണ്, അതായത് നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റുകളാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പില നല്ല രീതിക്ക് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയും പച്ചക്കറി അരിയുന്നില്ലേ അതിൻ്റെയൊക്കെ വേസ്റ്റ് തന്നെ മതി ധാരാളം. കറിവേപ്പില നല്ല രീതിക്ക് തഴച്ച് വളരും. അതുകൊണ്ട് ഇത് നമ്മൾ മുറ്റി കമ്പ് വരുന്നതനുസരിച്ച് ചെറിയൊരു മൂടാണല്ലേ ഉണ്ട്, പക്ഷെ നല്ല രീതിക്ക് തഴപ്പും കാര്യങ്ങളുണ്ട്. ഇതിന് വെട്ടിവിടാറായി കേട്ടോ. ഇതൊക്കെ ശിഖരങ്ങൾ വെട്ടിവിടാറായി. ഇന്നലെ ഞാനത് വെട്ടി നമ്മൾ കറി വെക്കാനിട്ട് എടുത്തായിരുന്നേ അല്ലേ. ഉണ്ടോ, നല്ല ശിലകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതായിരുന്നാലും അരിയുന്നതിൻ്റെ ആയിരുന്നാലും വേസ്റ്റ് കൊണ്ട് ഇതിനൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കറിവേപ്പിലൊക്കെ നല്ല രീതിക്ക് തഴച്ച് വളരും. നമുക്ക് ടിപ്സായിട്ടൊന്നുമല്ല, നമ്മളിപ്പോൾ അയ്യത്ത് വെറുതെ കളയുന്ന സാധനം അടുത്ത് കഞ്ഞിവെള്ളം, നമ്മൾ തലേന്നത്തെ കഞ്ഞിവെള്ളമില്ലേ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഈ ഒരു ഒറ്റ കമ്പിൽ നിന്ന് 4 കമ്പുകളാണ് വന്നിരിക്കുന്നുണ്ടോ. 4 കമ്പുകളാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഇതൊന്ന് വെട്ടിവിടാറായി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശരി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം കൂടെ കാണിച്ചു തരാവേ. തൊണ്ട ഭയങ്കര കിച്ച് ഇവിടെ മുളക് പഴുത്തിരിക്കുകയാണ്. അതും കൂടി അടത്തിക്കൊണ്ട് പോകണമെന്ന് വിചാരിച്ചപ്പോൾ കാണ്ടിനിടയിലായിപ്പോയി. ഉണ്ടമുളക് അല്ല പഴുത്ത് നിൽക്കണുണ്ടോ. ഇത് നമുക്കിനിയും അടത്തി ഇവിടെ നിന്ന് തന്നെ അത് തൊഴിഞ്ഞു പോയി. ഇനി കുറേ ഉണ്ട്. കറിവേപ്പില വേറെ ഉണ്ടേ, പക്ഷെ അത് ഇതിനിടയ്ക്ക് കുറേ നാളുകൊണ്ട് മഴയായതുകൊണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വരാറുമില്ല, നോക്കാറുമില്ല. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ശ്രദ്ധിക്കാണ്ടിങ്ങനെ ഒരുമാതിരിയായി കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് മഴ തുടങ്ങുന്നതിന് ഇവിടെ എല്ലാം പോച്ച കയറിയണ്ടോ. അങ്ങോട്ടൊരു കറിവേപ്പിലത്തേ നിൽക്കുന്നുണ്ടേ. കണ്ടോ, ഇത് ഇടയ്ക്കൊന്ന് വെട്ടി വിട്ടായിരുന്നേ. ഒറ്റ കമ്പായിരുന്നു. ഇതിന് ഇത് നല്ല ശിഖരമായി മേളിലോട്ട് വന്ന് അതിന് പൊടിച്ചു വിടണം. പിന്നുള്ളത് കണ്ട ഈ ഒരു കറിവേപ്പിലയുടെ തൈയാണ്. തൈയല്ല, ഇത് അത്യാവശ്യം വർഷങ്ങൾ പഴക്കമുള്ളതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം കേടായിട്ട് നിൽക്കുകയാണ്. ഇതിന് എല്ലാം വെട്ടി വിട്ടാലേ നല്ല ശിഖരങ്ങൾ വരത്തുള്ളൂ. ഇത് നല്ല ഇലയായിട്ട് നിൽക്കുന്നുണ്ടോ. ഇതിന് വെട്ടിയെടുക്കണം. അപ്പം കത്രിക കൊണ്ട് വെട്ടിയെടുക്കാം. നമ്മൾ കൈ കൊണ്ട് ഇരിഞ്ഞെടുക്കാൻ പാടില്ല ഒരിക്കലും. ഇനി കറിവേപ്പിലയൊക്കെ നല്ല രീതിക്കൊന്ന് കെയർ ചെയ്ത് കൊണ്ടുവരണം. എൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വഴിയെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പേരയ്ക്ക കണ്ടില്ലേ, നിറച്ച് നിൽപ്പുണ്ട്, പക്ഷെ ഒന്നുപോലും വിളഞ്ഞില്ല. കണ്ടോ, ഒന്നുപോലും വിളഞ്ഞിട്ടില്ല. പൊട്ടായി വരുമ്പോഴേ കിളികൾ കൊത്തിക്കൊണ്ട് പോവുകയാണ്. കണ്ടോ, കിളികൾക്കും വേണ്ടേ, പാവം. ഉണ്ടോ, വിളഞ്ഞു വന്നപ്പോഴേക്കും കിളികൾ കൊണ്ടുപോയി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.